മുതൽ കേരള സംസ്ഥാനത്തെമ്പാടും പ്രവർത്തിക്കുന്ന അക്ഷരാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ പൊതുസംഘടനയാണ് മന്ന. ഈ സംസ്ഥാനത്തെ കലാകാരന്മാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അത് 2 പതിറ്റാണ്ട് പിന്നിടുകയാണ്. 2 പതിറ്റാണ്ടിനോട് അടുക്കുകയാണ് നമ്മളുടെ രൂപീകരണത്തിന് ശേഷം. എന്താണ് ഈ സമരത്തിന്റെ, ഈ ധർണയുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് ആമുഖമായി നമ്മുടെ സംഘടനാ സെക്രട്ടറി നന്മയുടെ അജിത് ഗോദൂരത്ത് പൂർണ്ണമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് സന്തോഷത്തിലും ദുഃഖത്തിലും കലയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും തുടക്കം കുറിക്കാറ്. ഇവിടുത്തെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പല തവണ പല ആവശ്യങ്ങൾക്കായി നന്മയുടെ പ്രവർത്തനം എത്തിച്ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും സർക്കാർ നോക്കി കണ്ടിട്ടുമുണ്ട്. 1600 രൂപ കലാകാര സാംസ്കാരിക 1600 രൂപ കലാകാര പെൻഷൻ അനുവദിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ സന്തോഷിച്ചിരുന്നു. പക്ഷെ അത് മറ്റ് സാമൂഹ്യ പെൻഷനോടൊപ്പം 2000 രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിയാതെ പോയതിൽ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുകയാണ്. ഭരണകർത്താക്കളിൽ ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ നമുക്കത് അനുവദിച്ച് ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 4000 രൂപ പെൻഷനിൽ നിന്ന് സാംസ്കാരിക പ്രോത്സാഹന ബോർഡ് 5000ത്തിലേക്ക് വർദ്ധിപ്പിക്കും. അത് നമുക്ക് നൽകിയ മുൻ വാഗ്ദാനമാണ്. വാഗ്ദാനങ്ങളെ പാലിക്കപ്പെടേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ ധർണ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഭരണകർത്താക്കൾക്കെതിരല്ല, അവരോടൊപ്പം നിൽക്കുകയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പല ഘട്ടങ്ങളിലായിട്ട് ലക്ഷങ്ങൾ പിരിച്ചെടുത്ത് നൽകിയവരാണ് ഞങ്ങൾ മനസാക്ഷിയുള്ളവരാണ്. ഞങ്ങളെ വേദനിപ്പിക്കരുത് എന്നൊരു സന്ദേശമാണ് ഈ ധർണ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അനുവദിച്ചു തരാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് അനുവദിച്ചു തരിക. ഞങ്ങൾ പറഞ്ഞിട്ട് തരാതിരിക്കുക എന്നത് ഞങ്ങൾക്ക് നിഷേധ സ്വരങ്ങൾ ഞങ്ങൾക്ക് ഉയർത്തേണ്ടതായിട്ട് വരും. ഞങ്ങളെ കണ്ടറിയുക. ഈ കാലത്തിന്റെ പ്രയാസങ്ങൾക്ക് മുമ്പിൽ കലാകാരൻ 6 മാസം കഴിയും, 6 മാസം പട്ടിണിയാണ് എന്ന ദൈന്യ അവസ്ഥയെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ അനുഭവിക്കുന്നവരാണ്, പക്ഷെ നമ്മളെ നയിക്കുന്ന നേതാക്കന്മാർക്കത് എത്രമാത്രം ബോധ്യമാകുന്നു എന്ന് സംശയത്തിന്റെ കയ്യിൽ നിന്ന് മാത്രമേ നോക്കിക്കാണാനൂ. ഏറെ സംസാരിക്കാനുണ്ട്. ഈ ഒരു ചടങ്ങ് നമ്മുടെ പ്രതിഷേധമാണെങ്കിലും ഇതൊരു കൂട്ടായ്മയുടെ ഭാഗമാണ്. 14 ജില്ലയിൽ നിന്നും എത്തിച്ചേർന്ന കലാകാരന്മാർ. ഇത് ദൈവത്തിന്റെ കയ്യൊപ്പ് നേടിയവരാണ് ഞങ്ങളൊക്കെ തന്നെ. ഞങ്ങൾ മറ്റ് ആൾക്കൂട്ടമല്ല, ഞങ്ങൾ ആൾക്കൂട്ട കൂട്ടായ്മയല്ല. ഇത് പ്രതിഭാധനരായ സർവധനരായ ഒത്തിരി പേരുടെ കൂട്ടായ്മയാണ് നന്മ. ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട്. സാമ്പത്തിക സ്ഥാനത്തേക്കാളേറെ ഞങ്ങളെ ബഹുമാനിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന വലിയ സമൂഹം കലാകാരനോടൊപ്പമുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങളുടെ ശബ്ദങ്ങൾ പ്രസാദലാവാതെ
ഞങ്ങളുടെ ശബ്ദങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ തെളിയിച്ചവരാണ്. ഒരുപക്ഷെ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ആവിർഭാവം കലാകാരന് കൂടി സംഭവിച്ചതാണ്. കലാകാരന്റെ രാത്രികളെ പകലാക്കിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ചവരാണ്. ഞങ്ങളെ വേദനകളെ കണ്ടറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ, ഞങ്ങൾ ആവശ്യപ്പെടുന്ന നിവേദനങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് അനുവദിക്കണം എന്ന് ചെയ്ത് നിർഘോഷിക്കുക എന്ന ദൗത്യമാണ് നമ്മയുടെ കലാകാരന്മാരായ ഞങ്ങൾ തിരിച്ച് ഇവിടെ ഒത്തുചേർന്നുകൊണ്ട് ആവശ്യപ്പെടുന്നത്. ഈ വലിയ വേളയിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോ മേഖലയിലും കേരളത്തിലെ പല മേഖലകളിലായി സായാഹ്ന പരിപാടികൾ, സായാഹ്ന പ്രകടന പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ജനത്തിന് മുഴുവൻ അറിയാം ഞങ്ങൾ എന്തിനാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നതെന്ന്. കേരളത്തിലെ ഓരോ കോണിലും ഞങ്ങളുടെ പ്രയാസങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള സായാഹ്ന പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ 26 ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ശ്രമകരമായ ഈ ദൗത്യത്തിലേക്ക് നിങ്ങൾ ഔദാര്യപൂർവ്വം കണ്ണുപിടിക്കണമെന്ന് വളരെ നീണ്ട അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നന്മയുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലെ പ്രവർത്തകർക്കും ഇതിന്റെ ഭാരവാഹികൾക്കും വേണ്ടി ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.